ഈ തീരശോഷണം കൊണ്ട് നഷ്ടപ്പെട്ട വീടുകൾക്ക്, ഭൂമിക്ക് അതിന് യോജിച്ച വിധം നഷ്ടപരിഹാരം നൽകുക, അവരെ പുനരധിവസിപ്പിക്കുക. വാസ്തവത്തില് ഇന്ന് അവരെ നമ്മൾ കാണുമ്പോൾ നമുക്ക് വളരെയേറെ വേദന തോന്നും. അവർ മനുഷ്യരല്ലേ? മനുഷ്യ യോഗ്യമായ രീതിയിൽ വസിക്കുവാൻ അവർക്കും അർഹതയില്ലേ, അവകാശമില്ലേ? എന്നിട്ടും ഈ ദുരവസ്ഥ നീണ്ടുപോകുന്നു എന്നുള്ളത് നമ്മളെ എല്ലാവരെയും ഒരുപോലെ വേദനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ നോക്കുക, ഈ അടുത്ത കാലത്ത് നമ്മൾ കാണാറുണ്ട്, നമ്മുടെ സഹോദരങ്ങള് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവര് നോക്കുമ്പോഴെന്താണ്, അവര് യഥാർത്ഥത്തിൽ ചെലവാക്കിയ തുക പോലും അവർക്ക് തിരിച്ചു കിട്ടാത്ത ദുരവസ്ഥ. എന്റെ പ്രിയ സഹോദരരെ, അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ കുറെ 6-7 മാസങ്ങൾക്ക് മുമ്പ് വന്ന വാർത്ത നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ചിട്ടുണ്ടാകും. നമ്മുടെ തീരദേശത്തുള്ള ചില കുടുംബങ്ങൾ മനുഷ്യ അവയവങ്ങൾ വിറ്റ് പട്ടിണി മാറ്റാൻ, അവരുടെ കടം തീർക്കാൻ അവര് ശ്രമിച്ചു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടു. വാസ്തവത്തിൽ ഇത് നമ്മളെ എല്ലാവരെയും ഹൃദയ വേദന നൽകുന്ന കാര്യമാണ്. ഇതുപോലെ ഒത്തിരിയേറെ കുടുംബങ്ങള് തീരദേശത്ത് ഇന്ന് ജീവിക്കാൻ വകയില്ലാതെ, കയറിക്കിടക്കാൻ ഇടമില്ലാതെ കഴിയുന്നു എന്നുള്ളത് നമുക്ക് ഇനി വിസ്മരിച്ചുകൂടാ. ഇനി കണ്ടില്ല എന്ന് നടിക്കാനാവില്ല. അതുകൊണ്ടാണ് നാം ഈ സമരമുഖത്തേക്ക് ഇറങ്ങിയത്. ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് നമ്മുടെ അതിരൂപതയിലെ മെത്രാന്മാരും വൈദികരും ചേർന്ന് ഈ പ്രതിഷേധ സമരത്തിന് ആരംഭം കുറിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മുടെ അതിജീവനത്തിന്റെ, നിലനിൽപ്പിന്റെ സമരമാണ്. ഇനി ഈ സമരത്തിൽ നിന്ന് നമുക്ക് പിൻവാങ്ങാനാവില്ല. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഇനി പിൻവാങ്ങിയാൽ, ചില മോഹന വാഗ്ദാനങ്ങൾ തന്ന് ആ വാഗ്ദാനങ്ങളിൽ നമ്മൾ സന്തുഷ്ടരായി പിന്തിരിഞ്ഞാൽ ഇനി നമുക്ക് മുൻപോട്ട് പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഈ പറയുന്ന തീരശോഷണത്തിന് നിരന്തരമായി പരിഹാരം കാണുക, തീരശോഷണം നഷ്ടപ്പെട്ട കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക, മണ്ണെണ്ണയുടെ വില കുറയ്ക്കുക, ഈ പറയുന്ന ഈ അടിക്കടിക്കുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരം നൽകുക, ഈ ക്ഷേമനിധി ബോർഡിൽ അവർക്ക് അംഗത്വം നൽകുക. അങ്ങനെ ഈ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായ നടപടി ഉണ്ടാകുന്നതുവരെ ഈ സമരം നമ്മൾ തുടർന്നു കൊണ്ടുപോകും. അതുകൊണ്ടാണ് നമ്മൾ ഇത് അനിശ്ചിതകാല സമരം എന്ന് പറയുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായ നടപടി കൃത്യമായി ഉണ്ടാകുന്നതുവരെ നമ്മളിത് തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ഈ സഹോദരങ്ങളുടെ വേദനകളില്, അവരുടെ യാതനകളില് നമുക്ക് ഒരുമിച്ച് പങ്കുചേർന്നുകൊണ്ട് ഈ മക്കൾ അനുഭവിക്കുന്ന യാതനയ്ക്ക് ഒരു അറുതി വരുത്തണം എന്ന് സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. ഈ സമരത്തിന് നിങ്ങൾ യഥാർത്ഥത്തിൽ നല്ല മനസ്സിലൂടെ ഇവിടെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനി തുടരേണ്ടതുണ്ട്. കൂടുതൽ ആവേശത്തോടുകൂടി നമ്മൾ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. എല്ലാവരും അതിന് സന്നദ്ധരാകണമെന്ന് ഒന്നുകൂടി ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ്. പരിഹരിച്ച് നടപടികളിലേക്ക് ഇറങ്ങി നമ്മുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ അനിശ്ചിതകാല സമരത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.